KSRTCയിൽ നിന്ന് തന്നെയുള്ള സന്തോഷകരമായ മറ്റൊരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ KSRTC ബസ്സിൽ ഒരു കുഞ്ഞ് ജനിച്ചു എന്നുള്ള വാർത്ത വന്നപ്പോൾ ആ വാർത്ത കണ്ട പല പ്രേക്ഷകരും അവരുടെ മനസ്സിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ആ കുഞ്ഞിന് എന്ത് പേരിടും എന്നുള്ളതായിരിക്കും. പലപ്പോഴും ട്രെയിനിൽ പിറന്നു വീഴുന്ന കുഞ്ഞിന് ഇടുന്ന പേര്, വിമാനത്തിൽ ജനിക്കുന്ന കുഞ്ഞിന് ഇടുന്ന പേരൊക്കെ ആ വിമാനവുമായിട്ടോ അതിൻ്റെ നമ്പറുമായിട്ടോ എവിടേക്ക് യാത്ര പുറപ്പെട്ടു എന്നുള്ള സ്ഥലവുമായിട്ടോ ഒക്കെയുള്ള ബന്ധമുള്ള പേരുകളാണ് ഇടാറുള്ളത്. അതുകൊണ്ട് തന്നെ KSRTCയിൽ ജനിച്ച കുഞ്ഞിന് എന്തായിരിക്കും പേരിടുക എന്നൊക്കെ ആയിരിക്കും പ്രേക്ഷകർ വിചാരപ്പെട്ടിട്ടുണ്ടാവുക. പക്ഷെ കേരള വിഷൻ ആ നിമിഷം ആലോചിച്ചത്, കേരള വിഷൻ വർഷങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി, അതിലെ ഒരു സ്നേഹസമ്മാനം ഈ കുഞ്ഞിന് നൽകുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ KSRTC ബസ്സിൽ പിറന്നു വീണ കുഞ്ഞിന് കേരള വിഷൻ സ്നേഹസമ്മാനം നൽകി. കേരള വിഷൻ നടപ്പിലാക്കുന്ന എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായുള്ള ബേബി കിറ്റ് ആശുപത്രിയിലെത്തി സമ്മാനിച്ചു. തൃശൂർ അമല ആശുപത്രിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ COE തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് ജോസ് ബേബി കിറ്റ് സമ്മാനിച്ചു. അമല ആശുപത്രി പ്രതിനിധികളായി ആശുപത്രി ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ, ഗൈനക്കോളജി വിഭാഗം തലവൻ ഡോക്ടർ അനൂജ് കാട്ടൂക്കാരൻ, PROമാരായ ജോസഫ് വർഗീസ്, ശരത്ചന്ദ്രൻ, നഴ്സുമാരായ അൽഫോൺസ, ദേവിക, സിജി, PRE, സ്നേഹ എന്നിവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ സുബ്രഹ്മണ്യൻ AG, COA കേച്ചേരി മേഖലാ സെക്രട്ടറി റെജി, COA അംഗങ്ങളായ സുധീർ, ജിസൺ, അഖിൽ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കേരളത്തിലെ 88 സർക്കാർ ആശുപത്രികളിലായി പിറന്നു വീഴുന്ന കുട്ടികൾക്ക് ആദ്യ സമ്മാനമായി ബേബി കിറ്റുകൾ നൽകുന്ന പദ്ധതിയാണ് എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ്. ആരോഗ്യവകുപ്പുമായി സഹകരിച്ച് നടത്തുന്ന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ 1,20,000-ഓളം നവജാത ശിശുക്കൾക്കാണ് കേരള വിഷൻ ബേബി കിറ്റുകൾ സമ്മാനമായി നൽകുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.